How do you see Kerala? I should proudly say that today our Industry Minister, Mr. Rajiv, is taking a beautiful, positive approach to all these things. And he has a very good team. For me, I feel Kerala is in the right direction now. ഞാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് ഒരു പ്രോബ്ലംസും ഉണ്ടായിട്ടില്ല. KSIDCയുടെ സിംഗിൾ വിൻഡോ ലൂടാണ് ഞങ്ങൾ തുടങ്ങിയത്. ക്ലിയറൻസ് എല്ലാം അവർ തന്നെ വാങ്ങി തന്നു. അന്നേരം അവിടെയും ഞങ്ങൾക്കൊരു തടസ്സം നേരിടേണ്ടി വന്നില്ല. അന്നേരം അവർ സംസാരിക്കുന്ന അനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സർക്കാരാണ് ഇപ്പം നമ്മുടെ നിലവിലുള്ളത്. പണ്ട് കുറേ നിയമങ്ങളുണ്ടായിരുന്നു. ആ നിയമങ്ങളൊക്കെ ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു കുറച്ചു കാലത്തിന്റെ ഇടയിൽ രാജീവ് മിനിസ്റ്റർ വന്നതിന് ശേഷമൊക്കെ കുറേയധികം നിയമങ്ങൾ ലഘൂകരിച്ചു, മാറ്റി, ആവശ്യമില്ലാതായി, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ചെയ്തു. അത് ബട്ട് ഇറ്റ് ഹാസ് ടു ബി ഡൈനാമിക്, ഇറ്റ് ഹാസ് ടു ഗ്രോ അത് ഇതുകൊണ്ട് തീരരുത്. നമ്മൾ സിനിമ കണ്ടാൽ മതി കേരളം എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട്. കാരണം പണ്ടത്തെ സിനിമകൾ നമ്മളെല്ലാം കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് കണ്ടിരുന്ന സിനിമകളിലെല്ലാം ഈ പറഞ്ഞ പോലെ സമരങ്ങളും, നിങ്ങൾ ഈ നാട് പോലത്തെ സിനിമകളോ അല്ലെങ്കിൽ സംരംഭകരെ വഴിയാധാരമാക്കുന്ന വരവേൽ പോലത്തെ സിനിമകളോ ഒന്നും മലയാളത്തിൽ വരുന്നില്ലല്ലോ. ഇന്ന് കാണുന്ന സിനിമകളിലെല്ലാം വിജയിക്കുന്ന സംരംഭകരും വിജയിക്കുന്ന ബിസിനസ്സുകളും എല്ലാമാണ് നമ്മൾ കാണുന്നത്. അതിനർത്ഥം ഒരു സാമൂഹ്യ ജീവിതത്തിന്റെ പരിപ്രേക്ഷ്യം സിനിമകളിലൂടെ റിഫ്ലക്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് കേരളത്തിന്റെ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ, സംരംഭകത്വത്തിന് അനുകൂലമായിട്ടുള്ളൊരു അന്തരീക്ഷം, സംരംഭക വിരുദ്ധതയിൽ നിന്ന് സംരംഭകർക്ക് അനുകൂലമായിട്ടുള്ളൊരു മനോഭാവം, ഇതെല്ലാം നമ്മളുടെ കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ പ്രത്യേകിച്ച് വളർന്നു വരുന്നുണ്ട് എന്നുള്ളത് തന്നെ വളരെ ആഹ്ലാദകരമായിട്ടുള്ള